മൂന്നാം ദിവസമായ ഇന്ന് ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീ പ്രവീൺ പനോന്നേരി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു മഹാസംഭവത്തിൻ്റെ മുന്നൊരുക്കമായി നടക്കുന്ന ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുക എന്നത് തന്നെ ജീവിതത്തിലെ ഒരു ധന്യ മുഹൂർത്തമായി കാണുകയാണ്. കേരളത്തിൻ്റെ വടക്കൻ പെരുമ എന്ന് വിശേഷിപ്പിക്കാവുന്ന കണ്ണൂരിൻ്റെ ചരിത്ര പൈതൃക ഭൂമിയായി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പയ്യന്നൂർ പെരുമാളിൻ്റെ തിരുമുറ്റത്തുള്ള ഈ എടാട്ട് ഗ്രാമത്തിൽ ഇങ്ങനെയൊരു വിശിഷ്ടമായ പരിപാവനമായ ഒരു ചടങ്ങിനെ നാം സാക്ഷ്യം വഹിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, മോനെ അച്ഛനും സംശയ ചോറ്റാനിക്കര ഭഗവതി ശിവനാണോ വിഷ്ണുവാണോ എന്ന്. മോനൊരു കാര്യം ചെയ്തോ, ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിട്ട് ബിംബം സൂക്ഷിച്ച് നോക്കിക്കോ. ശരിക്കും നോക്കണേ മോനെ, തുമ്പിക്കൈ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ അത് സുബ്രഹ്മണ്യനാണ്. കാരണം ഈ അച്ഛനറിയില്ല ഗണപതി ആരോ സുബ്രഹ്മണ്യൻ ആരാന്ന്. ചിരിക്കണ്ട, നാളെ നമ്മൾ പറഞ്ഞു കൊടുത്താലും ഇങ്ങനെയാ അല്ലേ? ടി വി വന്നതോടുകൂടി നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ കൂട്ടായ്മ തീർന്നു, നശിച്ചു ഇല്ലേ? എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? ഓരോരാൾക്കും ഇഷ്ടപ്പെടുമ്പോൾ ടി വിന്റെ മുമ്പ് പോയി. അച്ഛന് വാർത്ത കേൾക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് അച്ഛന് വാർത്ത. അമ്മക്ക് സീരിയൽ കാണാനാണ് ഇഷ്ടം, അമ്മക്ക് സീരിയൽ. കുട്ടികൾക്ക് ടി വിയിൽ വരുന്ന സംഗീത മത്സരം കാണാനാണ് ഇഷ്ടം, അവരാத സമയത്ത്. ഓരോരാൾക്കും ഇഷ്ടപ്പെടുമ്പോൾ ഓരോരാളും പോയി ടി വിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കും. സത്യല്ലേ? എവിടെ കുടുംബ ജീവിതത്തിന്റെ താളം തെറ്റി? ഇന്ന് IT യുഗ. പണ്ട് കാലത്തുള്ളതുപോലെ കഥ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കഥ കേട്ട് നമ്മളെ കഥ പോവും അല്ലേ? കഥ കേട്ട് നമ്മളെ കഥ പോയി. അങ്ങനെയാ ഉള്ളത്. അപ്പൊ എന്താണ് ആധ്യാത്മികതയിലൂടെ ഞാനും നിങ്ങളും പഠിക്കുന്നത്? ചിന്തിക്കണ്ടേ? നാം എന്തറിയുന്നു? ആരെക്കുറിച്ചറിയുന്നു? ഈ ലോകത്തെ ഭൗതികമായ നേട്ടങ്ങളല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഉയർത്തുന്നത്. ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാവണമെങ്കിൽ അവനെക്കുറിച്ച് കൃത്യമായ ബോധം വേണം. അങ്ങനെ ഭാരതത്തിന്റെ ഋഷീശ്വരന്മാരായ നമ്മുടെ പൂർവികന്മാര് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ഞാനും നീയും ഉൾക്കൊള്ളുന്ന സമൂഹത്തെക്കുറിച്ചും അറിയുകയും പഠിക്കുകയും ചെയ്തിട്ട് അവരനുഭവിച്ച ആ ജീവിതത്തിൻ്റെ ശാന്തിയെ, സമാധാനത്തെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇവർ ചെയ്ത കർമ്മം. അഭിഗമനം, ഉപാദാനം, ഇജ്ജ, സ്വാധ്യായം, യോഗം. 5 കാര്യം. അഭിഗമനം അത് പറഞ്ഞുതരാം, വിസ്തരിച്ച് പറഞ്ഞുതരാം. അഭിഗമനം, ഉപാദാനം, ഇജ്ജ, സ്വാധ്യായം, യോഗം. ഈ യോഗം എന്ന് പറയുന്ന ശബ്ദത്തിലെത്തുമ്പോഴാണ് കുട്ടി പ്രാർത്ഥനയിൽ ചൊല്ലി ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാവണം. എവിടെ നിന്ന് വന്നുവോ അവിടത്തേക്ക് തന്നെ ലയിക്കണം. ഗുരുദേവന്റെ കൃതിയ. ധന്യാത്മാക്കളെ, നമ്മുടെ ഇന്നത്തെ ആധ്യാത്മിക സാംസ്കാരിക സമ്മേളനം ഇവിടെ സമാപിക്കാൻ പോകുകയാണ്. ആദരണീയനായ പ്രഭാഷകൻ ഈ മഹാക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന പ്രതിഷ്ഠാകർമ്മത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഇവിടെ 2 കാര്യങ്ങൾ സൂചിപ്പിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് 1888 ഗുരുദേവൻ അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയുടെ 125-ാം വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ തൃക്കൈ മഹാക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങളുടെ 3ാം ദിവസമായ ഇന്ന് പ്രൗഢഗംഭീരമായ ഒരു ആധ്യാത്മിക പ്രഭാഷണം ആണ് ഇവിടെ നടന്നത്. സാധാരണ പ്രഭാഷണം തുടങ്ങിയാൽ ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നായിരിക്കും കുറേ വിഭാഗം ആൾക്കാരുടെ അഭിപ്രായം. എന്നാൽ ഇന്ന്
ഏതാനും ഒരു മണിക്കും നരകത്തിലേക്കും അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ഒക്കെ ചുറ്റിക്കറക്കിക്കൊണ്ട് നല്ല ഉരുളകളായുള്ള ചോറ് വിളമ്പുന്ന മാതിരിയുള്ള കാപ്സ്യൂളുകളാണ് അദ്ദേഹം നമുക്കിവിടെ തന്നത്. പ്രൗഢഗംഭീരമായ ഈ പ്രഭാഷണം നടത്തിയ ശ്രീ പ്രവീൺ പനോന്നേരി അവരുടെ തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രം ആഘോഷ കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ ശീലൻ ചാലാടിന് പ്രത്യേക നന്ദി പ്രകാശിക്കുന്നു. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും ലിംഗ റെക്കോർഡും നേടിയ പ്രജേഷ് കണ്ണനുള്ള അനുമോദനമാണ്. ഈ ചടങ്ങിൽ പ്രജേഷ് കണ്ണനെ അനുമോദിക്കുന്നത് ഭക്തി സമൃദ്ധി യോഗം പ്രസിഡന്റ് ശ്രീ KP ബാലകൃഷ്ണൻ അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഭക്തി സമൃദ്ധി യോഗത്തിന്റെ സെക്രട്ടറി ശ്രീ KP പവിത്രേട്ടൻ അവറുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ ജീവിതത്തിലെ വളരെ മനോഹരവും സന്തോഷവുമുള്ള സുവർണ നിമിഷങ്ങളാണിതെന്ന് ഞാൻ കരുതുന്നു. കാരണം ദൈവചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനും നിങ്ങളുടെ കൂടെ നിൽക്കുവാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ക്ഷേത്രത്തിൻ്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൻ്റെ ടെസ്റ്റ് നടന്ന ദിവസം രാവിലെ പോലും മണത്തമ്പടി ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടാണ് ഞാൻ പോയത്. 20 മിനിറ്റ് കൊണ്ട് 470 ചൈനയിലെയും ജപ്പാനിലെയും പേരുകൾ ഓർമ്മിക്കാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ആൾക്കാർ 470 പേരുകൾ എഴുതി തന്നപ്പോൾ ആദ്യത്തെ സെക്കൻഡ് ഞാൻ ഉപയോഗിച്ചത് സുബ്രഹ്മണ്യ സ്വാമിയെയും മഹാവിഷ്ണുയെയും ഓർമ്മിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ക്ഷേത്രങ്ങൾക്കുണ്ടായിരുന്നു. പുഴകളുടെ ഉത്ഭവം വ്യത്യസ്തമായ സ്ഥലത്താണെങ്കിലും അതിൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സ് വ്യത്യസ്തമായ തലങ്ങളിലാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം പ്രാർത്ഥനയും ഭക്തിയും മാത്രമാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. കൂടാതെ എനിക്ക് കുറേ ആൾക്കാരോട് ഇവിടെ നന്ദി പറയാനുണ്ട്. വളരെയേറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൻ്റെ അഭിമാനം കാത്ത് സംരക്ഷിച്ച ശ്രീ വിജയേഷിനെ ഒരു ആശംസിക്കുക എന്നതിൽ കവിഞ്ഞ് എനിക്ക് വേറെ മറ്റൊരു ചടങ്ങുമില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം ശ്രീനാരായണ ഗുരുതൃപാദങ്ങളുടെ അനുഗ്രഹം കൊണ്ടും ഇവിടുത്തെ പയ്യന്നൂർ പെരുമാളിൻ്റെ അനുഗ്രഹം കൊണ്ടും ഈ എടാട്ട് തൃക്കൈ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഈ ദേശത്തിലെ എല്ലാ ദേവീദേവന്മാരുടെ അനുഗ്രഹം കൊണ്ടും നല്ല രീതിയിൽ കരുപ്പിടിപ്പിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പാട്ടുണരേ
गजाननं भूतगणादिसेवितं कपित्थजम्बो फलसारभक्षिणम् उमासुतं शोकविनाशकारणम् नमामि विघ्नेश्वर पादपङ्कजम् उदोदितामभवन् सूर्यस्य वयं देवानां सुमतोऽस्यामां भग एव भगवान् वसुदेवाः तेन वयं भगवन्तस्यामलं द्वाभगः सर्वयज्ञो हवीमे समुद्धरायोषसो नमन्ददधिक्रावेव शुदये पदायाम् अर्वालीनं वसुविदं भगन् श्री गणेश भाग्य शरणं गणेश शरणं दरुवान् गणेश गणेश शरणं शरणं गणेश शरणं दरुवान् वरणं गणेश शरणं गणेश शरणं दरुवान् वरणं गणेश
ഗണേശ ശരണം ശരണം ഗണേശ ശരണം വരുവാൻ വരണം ഗണേശ ഗണേശ ശരണം ഗണേശ ശരണം വരുവാൻ വരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ശരണം ഗരുവാ ഗണാതിസേവിതം കവിത്വജംബോ രസാരഭക്ഷിതം മാസുദം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരാം പാദപങ്കജം അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഇന്ന് ഉച്ചയ്ക്ക് 2:30 തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നിന്ന് വെച്ച് ഭക്തി നിർഭരമായ ചടങ്ങോടുകൂടി പുറപ്പെട്ട ഭക്തി നിർഭരമായ വിളംബര ഘോഷയാത്ര കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കുഞ്ഞുമംഗലം ശ്രീ മല്യോട്ട് പാലോട്ടുകാവിലെ ഭക്തി നിർഭരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടിതാ അടുത്ത സ്വീകരണ കേന്ദ്രമായ കുഞ്ഞുമംഗലം ശ്രീ ഭൂതനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇതുവഴി കടന്നു പോവുകയാണ്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടും കൂടിയുള്ള ഭക്തി നിർഭരമായ വിഗ്രഹ ഘോഷയാത്ര ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. വൈകുന്നേരം ഏതാനും നിമിഷങ്ങൾക്കകം യഥാർത്ഥ കോളേജ് മഹാവിഷ്ണു ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള വിഗ്രഹ ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകെ കടന്നു വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വിഗ്രഹ ഘോഷയാത്ര കണ്ണൂർ ജില്ലയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എടനാട് കണ്ണങ്ങാട്ട് നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടും താലപ്പുലിയോടും മുത്തുകുളുകളുടെ അകമ്പടിയോടും കൂടിയ വിഗ്രഹ ഘോഷയാത്ര ഉമാമഹേശ്വര ക്ഷേത്രം വഴി ഈ വാഹനത്തിന് തൊട്ടുപിറകെ കടന്നു വരികയാണ്.
അറിവില്ല, അത് പറയണം.
പനോന്നീര് പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൻ്റെ ആവശ്യകതയും ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ശക്തി ആവഹിച്ചുകൊണ്ട് ഭഗവാന് ആത്മീയ ചൈതന്യം കൊടുത്തുകൊണ്ട് ആ ആത്മീയ ചൈതന്യമാണ് ക്ഷേത്ര ദർശനം നടത്തുന്ന എല്ലാ ഭക്തന്മാരിലും ഭഗവാൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഐശ്വര്യസമൃദ്ധമായ ഒരു ജീവിതം ഈ ദേശവാസികൾക്കും ഇതിൻ്റെ ക്ഷേത്ര ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഏറെക്കാലം വിസ്മൃതിയിലാണ്ടുപോയ ഒരു ചൈതന്യത്തിൻ്റെ വെളിപ്പെടലിൻ്റെ ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിവിശുദ്ധമായ എടുത്തുകൊണ്ട് അഥവാ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ വിഗ്രഹത്തെ, ഗണപതിയുടെ വിഗ്രഹത്തെ, ശാസ്താവിന്റെ വിഗ്രഹത്തെ അപരമാക്കിക്കൊണ്ട് ആ പരമമായ കാര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പക്ഷെ ഒന്ന് മാത്രം നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച രാവിലെ 5:30 മണി മുതൽ 6 മണി വരെ കൊണ്ട് ആ 70 ലക്ഷത്തിൽ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ അന്ന് പ്രതിഷ്ഠിക്കുന്നതോടെ ഇരിക്കുക. അപ്പൊ ഇരിക്കാതിരിക്കുമ്പോൾ നമ്മളിതൊരു ആലോചിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ, മനോഹരമായ ക്ഷേത്രം പരിശുദ്ധമായ അപേക്ഷകളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത് ക്ഷേത്രം പരിശുദ്ധമായ എത്ര വിഗ്രഹങ്ങൾ എന്താ പഠിക്കുന്നത്, എന്താ പഠിക്കുന്നത്, എന്താ പഠിക്കുന്നത്, എന്താ പതിനെട്ട് പഠിക്കും, എന്തിനാ ദേവവും മുസ്ലിം പഠിക്കുന്നത് അടുത്ത മുസ്ലിം സഹോദരനോട് അവരെ ചിന്തിക്കുമ്പോൾ മറ്റേ ക്രൂരതയൊന്നുമല്ല. എങ്കിലും അന്നിതൊക്കെ ക്രൂരതയാണ്. ഇന്ന് പിന്നെ ഈസിയാണ്. ഇന്ന് പിന്നെ എല്ലാം വലിച്ചിടുക, ഒരു 4-5 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്യുക, കൊല്ലുക, കെട്ടി തൂക്കുക, പത്രം. ഇതൊക്കെ എങ്ങനെ വീഴുക? ആ ഇന്നത്തെ ക്രൂരത ചിന്തിച്ചുകൊണ്ടായിരിക്കാം വ്യാസൻ ഒരു പക്ഷെ കലിയുഗത്തെ പറ്റി വർണ്ണിച്ചത് ഭാഗവതത്തിൽ. ഞാൻ വിടുന്നു. ആ ഒരു കാലം അടിച്ച് പൊളിക്കുമ്പോഴാണ് ആര് കടന്നു വരുന്ന പരീക്ഷിത് എവിടെ എത്തുന്നത്. പിടിച്ചോവനെ ആരാണ് നീ, എന്താണ് നിന്റെ ഭാവം? അവസാനം അവൻ മാപ്പ് ചോദിച്ചു. സംഗതി എന്താ അറിയോ? ഈ ഒരു കാള എന്ന് പറയുന്നത് ധർമ്മദേവനാണ്. ധർമ്മദേവൻ. ഈ പശു എന്ന് പറയുന്ന ഭൂമിയാണ്. ഭാഗവതം പഠിപ്പിക്കുന്ന 2 ക്യാരക്ടർ വെച്ചിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിന്റെ സാമ്പിൾ കണ്ടോളൂ. പശു ഭൂമിയാണ്, പിന്നെയോ കാള ധർമ്മദേവനാണ്. ഇപ്പം ധർമ്മത്തിന് ഒരു കാലമേ ഉള്ളൂ കലിയുഗത്തിൽ, കണ്ടോ? ബാക്കി 3 കാലം പോയി.